മെസ്സി വിവാദത്തിൽ അന്വേഷണത്തിലേക്ക് സർക്കാർ. വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. മുഖ്യമന്ത്രിക്കെതിരായ കണ്ടന്റുകൾ സമൂഹമാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ മറുപടിയുമെന്ന്. വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചർച്ച ചെയ്യാൻ നേതൃത്വം. ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അമിത്ഷാ ഇന്ന് സഭയിലെത്തിയേക്കും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. കസ്റ്റഡിയിലായത് നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷ്. ഭീഷണി അയച്ചത് ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും. അഭിമന്യു കേസിൽ മുഴുവൻ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. പ്രതികൾ ഇതുവരെ ഹാജരാകാത്തത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുമെന്ന് കാരണം പറഞ്ഞു. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയിൽ ബന്ദ് തുടങ്ങി. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടുനൽകാൻ ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതിൽ പ്രതിഷേധം. ബന്ദിന് ആഹ്വാനം ചെയ്തത് 2000-ലേറെ കന്നഡ സംഘടനകൾ. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ ഏറ്റുമുട്ടി. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ച സൈനികർ. പ്രതികരിക്കാതെ അമേരിക്ക. സിംബാബ്വേയിലെ കരീബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞ് വൻ ദുരന്തം. കുട്ടികളടക്കം 44 പേർ മരിച്ചു. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിലുണ്ടായിരുന്നത് 100-ലധികം പേർ.